ഹലോ ഗെയ്സ്, ഞാൻ ഇന്ന് ഇവിടെ ഏലമൊക്കെ ഫുള്ള് കരിഞ്ഞ് പോയിരിക്കുക മൊത്തം. അതായത് ഇവിടെ വെള്ളവുമില്ല, മഴയില്ല, ഒന്നുമില്ല. അപ്പോൾ ഫുള്ള് ഏലം ഇങ്ങനെ മൊത്തം ഏലം ഇങ്ങനെ ഒടിഞ്ഞ് പറഞ്ഞു കിടക്കും. അപ്പം സങ്കടമുണ്ട് ഒരുപാട്. സത്യം പറഞ്ഞാൽ അത് ഇടുക്കിക്കാരെ മാത്രം ഒരു കുഴപ്പം കേട്ടോ. കാരണം മഴയില്ലെങ്കിൽ ഇവിടുത്തെ ഏലം മൊത്തം പോവും. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങളെ കാണിക്കാമെന്ന്. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. കണ്ടോ ഗെയ്സ്, ഇതുപോലെ എല്ലാം ഇങ്ങനെ മഴ പെയ്യാതെ എല്ലാം ഏലം ഇങ്ങനെ ഒടിഞ്ഞും പറഞ്ഞും ഫുള്ളും ഇങ്ങനെ പോയി കിടക്കുക ഫുള്ളും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടത്, അപ്പോൾ അന്ന് അങ്ങനെ ഇത്രയും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഫുള്ളും ഏലം അങ്ങോട്ട് പോയി ഗെയ്സ്. കഷ്ടമാണ് സത്യം പറഞ്ഞാൽ കണ്ടിട്ടേ. അതിപ്പോൾ നിങ്ങളെയൊക്കെ കാണിക്കാൻ ഓർത്തു. ഫുള്ളും ഏലം മൊത്തത്തിലേ ഇങ്ങനെ മഴ പെയ്തില്ലെങ്കിൽ ഫുള്ളും ഇങ്ങനെ പോവും. ഇത് എൻ്റെ വീട്ടിലെ മാത്രമല്ല കേട്ടോ, ഇവിടെയുള്ള എല്ലാ ഏലവും ഇങ്ങനെയാണ്. ഏകദേശം ഫുള്ളും പോയി കിടക്കും കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടോ? ഫുള്ളും ഇങ്ങനെ ഒടിഞ്ഞു കിടക്കുന്നുണ്ടോ? മഴ പെയ്തില്ലെങ്കിൽ ഇവിടെയുള്ള കർഷകർ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇനി മഴ പെയ്താൽ എന്തെങ്കിലും ഒരു രക്ഷയുള്ളൂ. കായുണ്ട്, ഫുള്ളും ഉണ്ടോ? കായുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഗെയ്സ്. ഫുള്ള് ഒടിഞ്ഞ് ഫുള്ള് വീണു കേട്ടോ. മഴയും വെള്ളവും ഒന്നുമില്ല ഇപ്പോൾ ഇവിടെ. കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇതിലേക്ക് വീഡിയോ എടുത്ത സമയത്തൊക്കെ ഇത്രയും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഏകദേശം ഫുള്ളും പോയി കേട്ടോ. മഴ പെയ്തിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നത് കുറേ നാളായെന്നാണ് പറഞ്ഞു ഇവിടെ. അന്നേരം ഇനി മഴ പെയ്താലേ എന്തെങ്കിലും ഒരു രക്ഷയുള്ളൂ. വെള്ളമില്ല, വെള്ളവും പറ്റി ഏകദേശം ഒരിടത്തും വെള്ളവും പോരില്ല. അപ്പം ഞാനപ്പോൾ ഓർത്തു കാണിക്കാൻ. കണ്ട ഫുള്ളും കണ്ടിട്ട് സഹിക്കുന്നില്ല. കാരണം എത്ര കഷ്ടപ്പെട്ട് വളർത്തിയെടുക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ ഒടിഞ്ഞ് ഫുള്ളും പോയിരിക്കുക കണ്ടോ. ഇവിടെ ഉള്ളവർക്കൊക്കെ സങ്കടം അതാ ഫുള്ളും. ഇതൊക്കെ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത സമയത്തൊക്കെ അന്നേരം ഇത്രയും കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ ഫുള്ളും ഇങ്ങനെ ഒടിഞ്ഞും പറഞ്ഞ് ഫുള്ള് കിടക്കുക. ഇനി മഴ പെയ്തില്ലെങ്കിലും ബാക്കി എല്ലാം ഇതുപോലെ പോവും. ഇവിടെ ഉള്ളവരെല്ലാം കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് സത്യം പറഞ്ഞാൽ. അന്നേരം ഇങ്ങനെ മഴയൊക്കെ പെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഏലം ഫുള്ളും ഏലത്തിനൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇപ്പം വില ഇനി കൂടും ഫുള്ളും പോകുമ്പോൾ. പക്ഷേ ഇങ്ങനെ കായൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു പിടിയില്ല. മഴ പെയ്താൽ നമുക്ക് ഏകദേശം കുറച്ചെങ്കിലും മാറ്റങ്ങൾ വരും. ഇപ്പം മഴ പെയ്യുന്നില്ല. ഇവിടെ ഒരു പെരുമഴ കിട്ടുന്നതിന് കുറേ നാളായി. അതുകൊണ്ട് ഈ കാണുന്നതെല്ലാം മൊത്തത്തിൽ പോയി കിടക്കുന്ന ഒരു ഇതാണ്. ഫുള്ളും കായൊക്കെ ഉണ്ട്, ഫുള്ള് താഴോട്ടെല്ലാം ഇങ്ങനെ പോയി ഏകദേശം. ഇത് ഇനിയിപ്പോൾ ഒരാഴ്ചയായി മഴ ഇതിന് ഇതും പോവും മൊത്തത്തിൽ. അപ്പോൾ കായും പോവും, എല്ലാം മൊത്തത്തിൽ ഇങ്ങനെ കിടക്കുക. ഇങ്ങനെ ഉണങ്ങുന്നത് ഈ വർഷം ആദ്യമായിട്ടാണ്. ഇത്ര നാളും ഇത്ര ഉണക്ക് വന്നിട്ടില്ല. പക്ഷേ ഈ വർഷം മഴ പെയ്യുന്നേ ഇല്ല. അതുപോലെ ഭയങ്കര ചൂടുവാണ്. പണ്ടൊക്കെ ഹൈ റേഞ്ച് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഇപ്പം വന്ന ഹൈ റേഞ്ചിൽ വന്നാലും ചൂടാണ് ഗെയ്സ്. കാരണം നാട്ടിലെ പോലെയല്ല, ഇവിടെ കുറച്ച് ആശ്വസിക്കാന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങോട്ട് ഓടിയത്. പക്ഷെ ഇപ്പോൾ ഇവിടെയും ചൂട് കൂടുക. എന്നാൽ ഇതുപോലെ പോയിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ മാത്രമല്ല എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് ഹൈ റേഞ്ചിൽ ഫുള്ളും. ഞാൻ ഓർത്ത് ഇതൊരു ഇല്ലിയ. നേരത്തെയൊക്കെ ഇവിടെയൊക്കെ വരുമ്പോഴാണെങ്കിൽ നല്ല പച്ചപ്പും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പം ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ ഫുള്ളും കരിഞ്ഞ് ഉണങ്ങി കിടക്കുന്ന ഒരു ക്ലൈമറ്റ് ആയിപ്പോയി. ഇപ്പം ഇവിടെ പറമ്പിലൊക്കെ നമുക്ക് നടക്കുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴൊക്കെ നമുക്ക് കാറ്റും തണുപ്പും എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ചൂടായി കഴിഞ്ഞാൽ
ഇപ്പോൾ ഉണക്ക് കാരണം വെള്ളമെല്ലാം പറ്റിപ്പോയി. ഇപ്പോൾ വെള്ളം പോലില്ല, താഴോട്ടൊക്കെ ഒട്ടും വെള്ളമില്ല. വീട്ടിലേക്ക് ആവശ്യത്തിന് പോലും വെള്ളം ഇപ്പോൾ കുറവായി നമുക്ക് കിട്ടുന്നത്. അതുപോലെ ഉണക്കായിപ്പോൾ ഈ പ്രാവശ്യം ഫുള്ളുവേ. അപ്പോൾ ഇതൊക്കെ കാണും സത്യം പറഞ്ഞാൽ സങ്കടം വരും. ഇത് ഇനിയിപ്പോൾ വെട്ടാനും ഇത് കളയാനും പറ്റില്ല. കാരണം വെട്ടിക്കഴിഞ്ഞാൽ ഒന്നും ഇല്ലാത്ത അവസ്ഥയായിപ്പോവും. അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിപ്പോയി ഈ പ്രാവശ്യം. തൊട്ടെല്ലാം ഇതേ അവസ്ഥയാണ് ഗേസ്. ഫുള്ളും ഞാൻ കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു വീഡിയോ ഇട്ടില്ലായിരുന്നു. അന്നേരം ഇത്രയും ഉണക്കില്ലായിരുന്നു. ഇപ്പം മൊത്തത്തിലേ പോയി. ഇത് കണ്ടു കഴിഞ്ഞാൽ സത്യമായിട്ടും എല്ലാവരും അതുപോലെ വിഷമമായിപ്പോയി. കാരണം എത്രയോ കഷ്ടപ്പെട്ട് എത്രയോ അധ്വാനത്തിൻ്റെ ഫലമെന്നറിയാം ഈ കാണുന്ന എല്ലാം ഇങ്ങനെ പോകുന്നത് കാണുമ്പോഴേ നമുക്ക്. ഇതും കുറച്ച് ദിവസം ഇപ്പം ഏകദേശം ഇവിടെ കുഴപ്പമില്ലാതെ ഇരിക്കുന്ന ഈ സൈഡ്. പക്ഷേ ഇതും 2 ആഴ്ച കഴിഞ്ഞ് ഇങ്ങനെ മഴയൊന്നുമില്ലെങ്കിൽ ഇതും ഏകദേശം പോവും. അവിടെ ഒരു കൊയില് കിടന്ന് ഇങ്ങനെ പറക്കുക. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. എല്ലാ ഏലവും പോയി. നോക്കിക്കോ, ഇതെല്ലാം എങ്ങനെയാണ് കിടക്കുന്നത്. ഉണങ്ങി കിടക്കുക. ഫുള്ള് ഉണങ്ങി പോയി ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എടുത്തത്. അപ്പം ഇതിൽ നോക്കുമ്പോൾ ഫുള്ള് ഉണങ്ങി പറഞ്ഞ് കിടക്കുക. അപ്പം വീഡിയോ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.